എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചില സർവകലാശാലകളിലേക്കുള്ള വാതിലായ ഒരു പരീക്ഷയെക്കുറിച്ചാണ്. IIT/AIIMS സ്ക്രീനിംഗ് ടെസ്റ്റ്. അപ്പോ ലോകത്തിലെ തന്നെ ഏറ്റവും കടുപ്പമേറിയ ഈ ഒരു അക്കാഡമിക് വെല്ലുവിളി മറികടക്കാൻ ശരിക്കും എന്താണ് വേണ്ടത്? നമുക്ക് ഈ പരീക്ഷയുടെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനല്ലാട്ടോ, മറിച്ച് ഇത് എഴുതുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ആ ഒരു ഭീകരമായ ബൗദ്ധിക വെല്ലുവിളി മനസ്സിലാക്കാനാണ്. ശരി, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഈ കലയുടെ നിയമങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. കാരണം ഇവിടെ നിങ്ങൾക്ക് എന്തറിയാം എന്നതിനേക്കാൾ പ്രധാനം നിങ്ങളത് എങ്ങനെ കളിക്കുന്നു എന്നതാണ്. ഇതൊരു കടുത്ത മാനസിക മാരത്തൺ തന്നെയാണ്. ഈ പരീക്ഷയുടെ ഒരു വ്യാപ്തി നോക്കിക്കേ. 3 വിഷയങ്ങൾ, 90 ചോദ്യങ്ങൾ, ആകെ സമയം വെറും 2.5 മണിക്കൂർ. അതായത് 150 മിനിറ്റ്, ആകെ 360 മാർക്ക്. കേൾക്കുമ്പോൾ തന്നെ തലകറങ്ങുന്നുണ്ടല്ലേ? ഇതൊന്ന് കണക്കുകൂട്ടി നോക്കിയാലോ? ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ കിട്ടുന്നത് വെറും 100 സെക്കൻഡാണ്. അതായത് 2 മിനിറ്റിൽ താഴെ സമയം. ആ സമയത്തിനുള്ളിൽ ചോദ്യം വായിക്കണം, അതെന്താണെന്ന് മനസ്സിലാക്കണം, വേണ്ട കണക്കുകൂട്ടലുകൾ നടത്തണം, എന്നിട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണം. ആ ഒരു പ്രഷർ ഒന്ന് ഓർത്തു നോക്കൂ. പക്ഷേ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ഇതൊന്നും അല്ല. അത് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. ഒരു ഉത്തരം തെറ്റിയാൽ വെറുതെ 0 മാർക്ക് കിട്ടുകയല്ല, കിട്ടിയ മാർക്കിൽ നിന്ന് 1 മാർക്ക് കുറയും. അപ്പോ പിന്നെ ആലോചിക്കും, ഉറപ്പില്ലാത്ത ഉത്തരം എഴുതണോ അതോ ആ ചോദ്യം അങ്ങ് വിട്ടേക്കണോ? അവിടെയാണ് ശരിക്കുള്ള കളി നടക്കുന്നത്. ശരി, നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഫിസിക്സ്. ഇവിടെ വെറുതെ ഫോർമുല കാണാതെ പഠിച്ചു പോയാൽ മാത്രം പോരാ. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് അവർക്കറിയേണ്ടത്. ലോകത്തെ വേറൊരു രീതിയിൽ കാണാൻ പറ്റുമോ എന്നാണ് അവർ പരീക്ഷിക്കുന്നത്. ഈ പ്രശസ്തമായ ചോദ്യം തന്നെ എടുക്കാം. കിഴക്കോട്ട് പോകുന്ന ട്രെയിൻ എയില് ഒരു പക്ഷിയുണ്ട്, പടിഞ്ഞാറോട്ട് പോകുന്ന മറ്റൊരു ട്രെയിൻ ബി. ഇവ തമ്മിൽ 6 കിലോമീറ്റർ ദൂരമുള്ളപ്പോൾ ആ പക്ഷി ബിയിലേക്ക് പറക്കുന്നു. അവിടെ തൊട്ടിട്ട് തിരിച്ച് എയിലേക്ക്. ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് വരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ചോദ്യം ഇതാണ്, ആ പക്ഷി ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? ഇത് കണ്ടാ തോന്നും എന്തോ വലിയ കണക്കുകൂട്ടലാണെന്ന്, അല്ലേ? പക്ഷിയുടെ ഓരോ യാത്രയുടെ ദൂരവും കൂട്ടി. പക്ഷെ സത്യത്തിൽ ഇതൊരു ഫിസിക്സ് ചോദ്യമേയല്ല, ഇതൊരു ലോജിക് പസിലാണ്. ഒരു ബുദ്ധിയുള്ള കുട്ടി എന്തു ചെയ്യുമെന്നോ? പക്ഷിയുടെ പറക്കലിനെക്കുറിച്ചേ ചിന്തിക്കില്ല. അവർ നേരെ ആ ട്രെയിനുകളൊപ്പം കൂട്ടിയിടിക്കുമെന്ന് കണ്ടുപിടിക്കും. ആ സമയം കിട്ടിയാൽ അതിനെ പക്ഷിയുടെ വേഗത കൊണ്ട് ഗുണിച്ചാൽ മതി. ഉത്തരം കിട്ടി. കണ്ടോ, ആ കുറുക്കുവഴി കണ്ടെത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ നോക്കൂ, മെക്കാനിക്സിലെ ഇതുപോലുള്ള ക്രിയേറ്റീവ് ചോദ്യങ്ങൾ മുതൽ അങ്ങ് ആസ്ട്രോഫിസിക്സിലെ ന്യൂക്ലിയർ ഫ്യൂഷൻ പോലുള്ള അടിസ്ഥാന കാര്യങ്ങൾ വരെ അറിവിന്റെ ഒരു വലിയ ലോകം തന്നെ വേണം ഈ പരീക്ഷയ്ക്ക്. ഇനി നമുക്ക് കെമിസ്ട്രിയിലേക്ക് വരാം. ഇവിടുത്തെ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആറ്റങ്ങളുടെ ലോകത്തെയും നമുക്ക് കാണാൻ പറ്റുന്ന രാസവസ്തുക്കളുടെ സ്വഭാവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കണം. അതും ഒരൊറ്റ ചോദ്യത്തിൽ. ഉദാഹരണത്തിന് ഈ ചോദ്യം നോക്കൂ. എക്സ് എന്നൊരു മൂലകം, അതിന്റെ അറ്റോമിക് നമ്പർ 12. അത് വൈ എന്ന മറ്റൊരു മൂലകവുമായി, അതിന്റെ അറ്റോമിക് നമ്പർ 17, പ്രവർത്തിച്ച് സെഡ് എന്നൊരു സംയുക്തമുണ്ടാക്കുന്നു. ഈ സംയുക്തത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇവിടെ നിങ്ങൾക്ക് എലമെന്റിന്റെ പേരൊന്നും തന്നിട്ടില്ല, വെറും നമ്പറുകൾ മാത്രം. ഒരു കോഡ് പോലെയാണല്ലേ? അപ്പോ ശരി ഉത്തരം കിട്ടണമെങ്കിൽ ഒരു കുട്ടി എന്തൊക്കെ ചെയ്യണം? ആദ്യം ആറ്റോമിക് നമ്പർ വെച്ച് മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് എക്സ് മഗ്നീഷ്യവും വൈ ക്ലോറിനുമാണെന്ന്. അടുത്തതായി ഇവ തമ്മിൽ ഉണ്ടാകുന്നത് അയോണിക് ബോണ്ടാണെന്ന് മനസ്സിലാക്കണം. പിന്നെ അതിന്റെ ഫോർമുല Mgcl2 ആണെന്ന് പ്രവചിക്കണം. ഒടുവിൽ ഈ സംയുക്തത്തിന് വെള്ളത്തിൽ ലയിക്കാനും ഉരുകുമ്പോൾ വൈദ്യുതി കടത്തിവിടാനും കഴിയുമെന്നുള്ള ഗുണങ്ങൾ ഓർത്തെടുക്കണം. ഹോ, എന്തൊരു പ്രോസസ്സാണല്ലേ! ഇതൊന്നും ഓരോന്നായി ചോദിക്കുന്ന ചോദ്യങ്ങളല്ല, 4 വ്യത്യസ്ത ആശയങ്ങളെ ഒരുമിച്ച് ചേർത്താണ് ഒരൊറ്റ ചോദ്യം. ഇതെല്ലാം ചിന്തിച്ചെടുക്കാൻ കിട്ടുന്നതോ 1.5 മിനിറ്റിൽ താഴെ സമയവും. നിങ്ങളുടെ തലച്ചോറ് എത്ര വേഗത്തിൽ പ്രവർത്തിക്കുമെന്ന് പരീക്ഷിക്കുകയാണ് ശരിക്കും. അവസാനമായി നമുക്ക് കണക്കിന്റെ ലോകത്തേക്ക് കടക്കാം. ഇവിടെ വേഗതയും കൃത്യതയും യുക്തിയും എല്ലാം ഒരുമിച്ച് വരണം. ശരിക്കും ഒരു കുരുക്കുവഴി തന്നെയാണിത്. ദാ ഈ ത്രികോണമിതി ചോദ്യം കണ്ടോ? സെക് എ പ്ലസ് ടാൻ എ ഈക്വൽ പി ആണെങ്കിൽ സൈൻ എയുടെ വില എന്ത്? ഇത് വെറുതെ കണക്കൂട്ടിയാൽ പോരാ. ത്രികോണമിതിയിലെ സമവാക്യങ്ങളെക്കുറിച്ചും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കാനുമൊക്കെയുള്ള കഴിവിനെക്കുറിച്ചും നല്ല ധാരണ വേണം. ഈ ഒരു സെക്ഷനിൽ വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ഒരുപോലെ വേണം: വേഗത, കൃത്യത, പിന്നെ യുക്തി. ഇതിൽ ഏതെങ്കിലും ഒന്നില് ചെറിയൊരു പാളിച്ച പറ്റിയാൽ മതി, ഉത്തരം തെറ്റും, ആ പേടിപ്പെടുത്തുന്ന നെഗറ്റീവ് മാർക്ക് വീഴുകയും ചെയ്യും.
അപ്പം ഈ പരീക്ഷ മുഴുവനായിട്ടൊന്ന് നോക്കിക്കേ. യഥാർത്ഥത്തിൽ ഇതെന്താണ് അളക്കാൻ ശ്രമിക്കുന്നത്? വെറും വിഷയത്തിലുള്ള അറിവ് മാത്രമല്ല ഇതിനു പിന്നിൽ. അതെ, ഇത് വേഗതയും കൃത്യതയും തന്ത്രപരമായ ചിന്തയുമെല്ലാം ഒരുപോലെ വശമുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്താനുള്ള ഒരു വഴിയാണ്. കടുത്ത സമ്മർദ്ദത്തിന് നടുവിലും പതറാതെ നിൽക്കാനുള്ള കഴിവ്, കിട്ടിയ അറിവ് എത്ര പെട്ടെന്ന് പ്രയോഗിക്കാൻ പറ്റുന്നോ എന്നുള്ള പരീക്ഷണം. 360-ൽ 360 മാർക്കും വാങ്ങുക എന്നത് അചിന്തനീയമായ ഒരു കാര്യമാണ്. അങ്ങനെയൊന്ന് നേടണമെങ്കിൽ ഈ 90 വെല്ലുവിളികളും ഒരു പിഴവുപോലും വരുത്താതെ പൂർത്തിയാക്കണം. അത്രയും കഠിനമായ സാഹചര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അറിവളക്കാനുള്ളൊരു പരീക്ഷ മാത്രമല്ല. ഒരു വിദ്യാർത്ഥിക്ക് എന്ത് അറിയാം എന്നതിലുപരി ഏറ്റവും നിർണായകമായ സാഹചര്യങ്ങളിൽ അവർക്ക് എങ്ങനെ ചിന്തിക്കാനും തന്ത്രങ്ങൾ മെനയാനും കഴിയുമെന്ന് തിരിച്ചറിയാൻ കൂടിയാണ് ഇത്. ഇതൊരു ബൗദ്ധികമായ അഗ്നിപരീക്ഷയാണ്. ഇതെല്ലാം നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. ഇത്രയും വലിയ സമ്മർദ്ദം അത് ശരിക്കും പ്രതിഭകളെ വാർത്തെടുക്കുകയാണോ ചെയ്യുന്നത്, അതോ അവരുടെ സർഗാത്മകതയെ ഇല്ലാതാക്കുകയാണോ? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.